അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ വാലഹ. സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. അല്ലാഹുമ്മ അല്ലിംനാ ബിമാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമൻ നാഫിഅ. റബ്ബനാ സിദ്നാ ഇൽമൻ നാഫിഅ. ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുള്ളയുടെ അദ്ദുറൂസൽ മുഹിമ്മ ലി അമ്മത്തിൽ ഉമ്മ, സാധാരണക്കാർ അറിയേണ്ട പാഠങ്ങൾ എന്ന കിതാബാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി അതിൻ്റെ ആദ്യത്തെ ഭാഗങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു, അഥവാ അർക്കാനുൽ ഇസ്ലാം. അവിടെ നമ്മൾ ആരംഭിച്ചു. അർക്കാനുൽ ഇസ്ലാമിലെ ആദ്യത്തെ റുക്ന്, ആദ്യത്തെ തൂണ്, അത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഈ ഭാഗത്തെയാണ് നമ്മൾ കഴിഞ്ഞ ഒരു 3 ക്ലാസ്സുകളിലായി വിശദീകരിച്ചുകൊണ്ട് സംസാരിച്ചത്. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷഹാദത്ത് പൂർത്തിയാകാൻ ഉണ്ടാകേണ്ട നിബന്ധനകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൻ്റെ അർത്ഥത്തെക്കുറിച്ച് പറഞ്ഞു, ഷഹാദത്ത് ബാത്തിലാകുന്ന ഘടകങ്ങളെക്കുറിച്ച് പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഷഹാദത്ത് പൂർണ്ണമാകാൻ ഉണ്ടാകേണ്ട ഘടകങ്ങളെക്കുറിച്ചും നമ്മൾ സംസാരിച്ചു. ഇനി അർക്കാനുൽ ഇസ്ലാമിലെ ബാക്കി കാര്യങ്ങളെക്കുറിച്ചാണ് അടുത്ത ഭാഗങ്ങളിൽ ഷെയ്ഖ് റഹിമഹുള്ള സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ സാധാരണക്കാരൻ അറിഞ്ഞിരിക്കേണ്ട ബാക്കി കാര്യങ്ങളെക്കുറിച്ച് ഷെയ്ഖ് പറയുകയാണ്. സുമ്മ യുബയ്യിനു ലിത്വാലിബ് ബഖിയത്തു അർക്കാനിൽ ഇസ്ലാമിൽ ഖംസ. പിന്നെ ത്വാലിബ് പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് ഷഹാദത്ത് കൃത്യമായി കഴിഞ്ഞാൽ അർക്കാനുൽ ഇസ്ലാമിലെ ബാക്കി 5 കാര്യങ്ങളിലെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. വഹിയ അസ്വലാത്തു വസ്സകാത്തു വസൗമു റമളാൻ വഹജ്ജുൽ ബൈത്തി അൽ ഹറാം ലിമൻ ഇസ്തത്വാഅ ഇലൈഹി സബീല. ഈ ബാക്കി കാര്യങ്ങൾ നമ്മളൊക്കെ പഠിച്ച് മനസ്സിലാക്കിയതുപോലെ സ്വലാത്ത്, സ്വയാം, സക്കാത്ത്, ഹജ്ജ് എന്നീ 4 കാര്യങ്ങളാണ് ബാക്കി റുക്നുകളായി ഉണ്ടാവുക. ഇൻഷാല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ ഇതിൻ്റെ 2 കാര്യങ്ങൾ, നിസ്കാരവും സക്കാത്തുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇൻഷാല്ലാഹ് സൂചിപ്പിക്കുന്നത്. ഈ കിതാബിൽ തന്നെ നിസ്കാരം അതൊരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട, ഷഹാദത്തിന് ശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണല്ലോ. അപ്പോൾ ആ നിലയ്ക്ക് ഈ കിതാബിൽ തന്നെ ഷെയ്ഖ് റഹിമഹുള്ള നിസ്കാരം വളരെ വിശദമായി പിന്നീട് ചർച്ച ചെയ്യുന്നുണ്ട്. നിസ്കാരത്തിൻ്റെ റുക്നുകളും സുന്നത്തുകളും നവാക്കിൽ, നിസ്കാരം മുറിഞ്ഞു പോകുന്ന കാര്യങ്ങളും വുളൂഉം ഒക്കെ വളരെ കൃത്യമായി വിശദമായി തുടർന്ന് ചർച്ചയിൽ വരുന്നുണ്ട്. ഇപ്പം നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ സ്വലാത്ത് നമുക്കറിയാം, ഹദീസ് നമുക്കറിയാം. ഹദീസ് ജിബ്രീൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് ഒട്ടനേകം റിവായത്തുകളിലൂടെ വന്നത് ബുനിയൽ ഇസ്ലാമു അലാ ഖംസ്, 5 കാര്യങ്ങളിലാണ് ഇസ്ലാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഷഹാദത്ത് കഴിഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വലാത്ത് എന്നീ പറഞ്ഞു. പല ഘട്ടങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ്. റുക്ന് 5 എണ്ണമാണ്, അതിൽ രണ്ടാമത്തേത് സ്വലാത്താണ് എന്നത്. നമ്മളതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമസ്കാരം എന്ന സ്വലാത്തിനെ നമ്മൾ പലപ്പോഴും പരിഭാഷപ്പെടുത്താറുണ്ട്. നമ്മളെ നിസ്കാരം എന്നത് സത്യത്തിൽ സ്വലാത്ത് എന്ന അറബി പദത്തിൻ്റെ ഒരു പരിഭാഷാ പ്രയോഗമല്ല നിസ്കാരം എന്ന് പറയുന്നത്. സക്കാത്തിനെ നമ്മൾ അങ്ങനെ എന്താക്കാറില്ല, പരിഭാഷപ്പെടുത്താറില്ല. സക്കാത്ത് എന്നതിനെ നമ്മൾ പരിഭാഷപ്പെടുത്താറില്ല, സക്കാത്ത് തന്നെയാണ് പറയാറുള്ളത്. എന്നാൽ സ്വലാത്ത് എന്ന ഇസ്ലാമിലെ ആരാധനാ കർമ്മത്തെ നമ്മൾ പരിഭാഷപ്പെടുത്തി പറയുമ്പോൾ പലപ്പോഴും നമസ്കാരം എന്ന് പരിഭാഷപ്പെടുത്തി പറയാറുണ്ട്. അതൊരു സൂക്ഷ്മത കുറവുള്ള ഒരു പ്രയോഗമാണ്. കാരണം നമസ്കാരം എന്നത് മലയാളത്തിൽ ഓൾറെഡി ഉള്ളൊരു വാക്കാണല്ലോ, അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട്, ആ വാക്കിന് അതിൻ്റെതായ ഒരു അർത്ഥമുണ്ട്. ആ അർത്ഥവും ഇസ്ലാമിലെ സ്വലാത്ത് എന്ന് പറയുന്ന ഇബാദത്ത് തമ്മിൽ ചേർച്ചയില്ല എന്ന് മാത്രമല്ല, വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നതുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. പിന്നെ എവിടുന്നാണ് ഈ നിസ്കാരം വന്നത്? അത് ഭാഷാ പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. നിസ്കാരം നിൽക്കുകയും ഇരിക്കുകയും ചെയ്യുകയാണല്ലോ അതിൽ ചെയ്യുന്നത്. അപ്പോൾ ആളുകൾ സ്വലാത്ത് എന്നതിനെ നമ്മൾ നിർവഹിക്കുന്ന കാര്യത്തിൽ അങ്ങനെ പറഞ്ഞു വന്നതാണ് നിസ്കാരം. നിൽക്കുക ഇരിക്കുക എന്ന് ചെയ്യുന്ന അർത്ഥത്തിൽ ആണ് പലപ്പോഴൊക്കെ പണ്ടൊക്കെ നിക്കാരം എന്ന് പറയാറുണ്ട്. അതാണ് അതിൻ്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ എന്നാണ്. പിന്നെ അതെങ്ങനെ കുറച്ചുകൂടെ ഭംഗി കൂട്ടിയപ്പോൾ നിസ്കാരമായി, കുറച്ചുകൂടെ ഭംഗി കൂട്ടിയപ്പോൾ അതിനെ നമസ്കാരം എന്ന് പറയാറുണ്ട്. അതൊരു വലിയ കാര്യമല്ല, എന്നാലൊരു സൂക്ഷ്മത പാലിക്കേണ്ട കാര്യമാണ് നിസ്കാരം എന്ന് നമുക്ക് പറയാം. സ്വലാത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലൂടെ, ഒട്ടനേകം ഹദീസുകളിലൂടെ വളരെ ഗൗരവത്തിൽ അതിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളെക്കുറിച്ച് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞ ഹദീസ് നമുക്ക് ഇങ്ങനെ കാണാം. റഅസുൽ അംരിൽ ഇസ്ലാം വ ഉമൂദുഹു അസ്വലാത്ത്. നിസ്കാരത്തിന് ഇസ്ലാമിൻ്റെ തലയുള്ള കാര്യമാണ്, റഅസുൽ അംറാണ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. വ ഉമൂദുഹു, അതിൻ്റെ തൂണും
നിസ്കാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞത് കാണാം. മറ്റൊരു ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിലെ പ്രയോഗം നമുക്ക് ഇങ്ങനെ കാണാം. നിസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ നബി പരാമർശിച്ചുകൊണ്ട് പറയാണ്, മൻ ഹാഫള അലൈഹ കാനത് ലഹു നൂറൻ വ ബുർഹാനൻ വ നജാതൻ യൗമൽ ഖിയാമ. ആരാണോ നിസ്കാരം മുഹാഫളത്ത് നടത്തുന്നത്, അത് പരിപാലിക്കുന്നത്, അല്ലെങ്കിൽ അത് സൂക്ഷിക്കുന്നത്, അത് നിലനിർത്തുന്നത്, അവർക്ക് കാനത് ലഹു നൂറൻ, അവന് പ്രകാശമുണ്ടാകും. എന്താണ് ആ പ്രകാശം? അത് ഈമാനിന്റെ പ്രകാശമാണ്. അത് പിന്നെ ഈമാൻ ഉൾക്കൊള്ളുമ്പോൾ ഉണ്ടാകുന്ന ജീവിതത്തിലെ പ്രകാശമാണ്. ബുർഹാനൻ, ബുർഹാൻ എന്ന വാക്കിനർത്ഥം തെളിവ് എന്നാണ്. നിസ്കാരം എങ്ങനെയാണ് ബുർഹാനായി മാറുക എന്ന് ചോദിച്ചാൽ, ഒരു മനുഷ്യന്റെ ഉള്ളിലെ ഈമാനിന്റെ അടയാളമാണ്, അത് അളക്കാനുള്ള അടയാളമാണ്, അളവുകോലാണ്, അതിന്റെ തെളിവാണ് നിസ്കാരം. അതുകൊണ്ട് ആരാണോ അത് നിലനിർത്തുന്നത് അവന് ജീവിതത്തിൽ പ്രകാശം ഉണ്ടാകും. അത് അവന്റെ ഈമാനിനെ പുറത്തേക്ക് പ്രകടമാക്കുന്ന തെളിവായി മാറും. വ നജാതൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അവന്റെ വിജയത്തിന്റെ അടിസ്ഥാനമായി നിസ്കാരം ഉണ്ടാകും. വമൻ ലം യുഹാഫിള അലൈഹ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ആരാണോ നിസ്കാരത്തെ പിന്നെ പൂർണ്ണമായി നിലനിർത്താത്തത്, അവർക്കുള്ള പരിണിത ഫലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലം യകുൽ ലഹു നൂർ, അവന് പ്രകാശം ഉണ്ടാവില്ല, അള്ളാഹുവിൻ്റെ ഈമാനിൻ്റെ പ്രകാശം അവർക്കുണ്ടാവുകയില്ല. വല ബുർഹാനുൻ, അവൻ ഈമാൻ ഉണ്ട് എന്നതിൻ്റെ തെളിവ് അവൻ നിസ്കരിക്കുന്നില്ലെങ്കിൽ ഇല്ല. വല നജാത്തുൻ, അവന് പരലോകത്ത് വെച്ച് രക്ഷയും ഉണ്ടാവുകയില്ല. വകാന യൗമൽ ഖിയാമത്തി മഅ ഖാറൂൻ വ ഫിർഔൻ വ ഹാമാൻ വ ഉബയ്യ് ഇബ്നു ഖലഫ്. ഇങ്ങനെ ഏറ്റവും മോശപ്പെട്ട ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണീട്ട് പറഞ്ഞു, നിസ്കാരത്തിൽ പിന്നെ പൂർണ്ണത പാലിക്കാത്ത, അല്ലെങ്കിൽ അത് നിലനിർത്താത്ത ആളുകൾ, അവൻ ഫിറൗന്റെ കൂടെയാണ്, കാറൂനിന്റെ കൂടെയാണ്. ഫിറൗനിന്റെ മന്ത്രിയാണ് കാറൂൻ. അതുപോലെ തന്നെ പിന്നെ ഹാമാനാണ്. കാറൂന് വേറെ തന്നെ ആളാണ്, ഫിറൗന് വേറെ ആളാണ്. ഫിറൗന്റെ മന്ത്രി ഹാമാനാണ്. ഇവരെ മൂന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ള, പരിചയപ്പെടുത്തി തന്നിട്ടുള്ള മോശപ്പെട്ട ആളുകളാണ്. അതുപോലെ തന്നെ ഉബയ്യ് ഇബ്നു ഖലഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൈകൊണ്ട് വധിക്കപ്പെട്ടിട്ടുള്ള ഒരു സത്യനിഷേധിയാണ് യുദ്ധത്തിൽ ഉബയ്യ് ഇബ്നു ഖലഫ്. അവരുടെയൊക്കെ സ്ഥാനവും അവരുടെയൊക്കെ കൂടെയുമായിരിക്കും നിസ്കാരം പരിപാലിക്കാത്തവർ, അതിനെ മുഹാഫളത്ത് ചെയ്യാത്തവർ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിസ്കാരവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിസ്കരിക്കൂ എന്ന് പറയുന്നതിനേക്കാൾ അധികം ഖുർആൻ പ്രയോഗിച്ചത് നിങ്ങൾ നിസ്കാരം നിലനിർത്തൂ എന്നാണ്. ഹാഫിളു അല സ്വലവാത്തി വ സ്വലാത്തിൽ വുസ്ത, നിങ്ങൾ നിസ്കാരം ഹിഫ്ള് ചെയ്യണം, സംരക്ഷിക്കണം, അതിന് മുഹാഫളത്ത് ഉണ്ടാക്കണം. അതുപോലെ തന്നെ അഖീമു സ്വലാത്ത്, നിങ്ങൾ നിസ്കാരം നിർവഹിക്കുക അല്ലെങ്കിൽ അത് നിലനിർത്തുക എന്ന പ്രയോഗമാണ് ഖുർആൻ പ്രയോഗിച്ച് നമുക്ക് കാണാൻ പറ്റുക. സൊല്ലു, നിങ്ങൾ നിസ്കരിക്കൂ എന്നതിനേക്കാൾ അപ്പുറം നിസ്കാരം നിലനിർത്തുക എന്നാണ്. അപ്പം മുഹാഫളത്ത് ഉണ്ടാവുക എങ്ങനെയാണ്? പ്രധാനമായും 3 കാര്യങ്ങൾ ഒരു വിശ്വാസി നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഉണ്ടാകണം എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തത്, അതിൻ്റെ സമയത്ത് നിർവഹിക്കണം. നിസ്കാരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിൻ്റെ സമയത്ത് നിർവഹിക്കണം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂത്ത, നിസ്കാരം ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വഖ്ത് നിർണ്ണയിക്കപ്പെട്ടിട്ടുള്ള ഒരു നിർബന്ധ ബാധ്യതയാണ്. അതുകൊണ്ട് ആ സമയം നമുക്കറിയാം, അത് മുസ്ലിം അല്ലാത്തവർക്ക് പോലും പിന്നെ നിർണിതമായ അല്ലെങ്കിൽ അറിയുന്ന മാലുമായ പ്രകടമായി അറിയുന്ന സമയങ്ങളാണ്. 5 എണ്ണം ഉണ്ട് എന്നതും അറിയുന്ന കാര്യമാണ്. ഈ 5 എണ്ണത്തിൻ്റെ കൃത്യത അത് നമ്മൾ പഠിക്കേണ്ടതും അത് പുലർത്തേണ്ടതുമാണ്. അപ്പോൾ ഒരാൾ നിസ്കാരത്തിൻ്റെ മുഹാഫളത്ത് അത് നിലനിർത്തുക, അല്ലെങ്കിൽ അതിന് മുഹാഫളത്തും ദവാമൊക്കെ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം അത് സമയത്ത് നിർവഹിക്കുന്നവരാകണം. തോന്നുമ്പോൾ നിർവഹിക്കുകയും സൗകര്യമുള്ളപ്പോൾ നിർവഹിക്കുകയും ആ രീതി ആകാൻ പാടില്ല. രണ്ടാമത്തത്, അത് പതിവാക്കണം. ഒരാൾക്ക് സൗകര്യം ഉണ്ടാകുമ്പോൾ നിസ്കരിച്ചാൽ പോരാ, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ഒഴിവാക്കാൻ, ഒരു കാരണം കൊണ്ടും ഒഴിവാക്കാൻ പാടില്ല. പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് കാണാം, ഫർളുകൾ സാധാരണ അതിന് ഉപേക്ഷ വരുത്തിയാൽ ഒരു കഫാറത്ത് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ടല്ലോ, പല കാര്യങ്ങൾക്കുമുണ്ട്. ഇപ്പം നോമ്പ് ഒരാൾക്ക് നോക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കഫാറത്ത്, അതിന് അല്ലെങ്കിൽ അതിനൊരു പരിഹാര മാർഗം ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ നിസ്കാരത്തിന് എന്താണ്? നിസ്കാരം നഷ്ടപ്പെട്ടു പോയ ഒരാൾ, അല്ലെങ്കിൽ നിസ്കാരം ബോധപൂർവമായി ഒഴിവാക്കിയ ഒരാൾ, അയാൾ എന്താണ് ചെയ്യേണ്ടത്? ലാ കഫാറത്ത ലി സ്വലാത്തി ഇല്ലാ ലഹ, നിസ്കാരത്തിന് പിന്നെ നിസ്കാരമല്ലാതൊരു കഫാറത്തില്ല. ഒരാൾ മറന്നു നിസ്കരിച്ചു, അല്ലെങ്കിൽ ബോധപൂർവം ഒരാൾ നിസ്കാരം ഒഴിവാക്കി, പിന്നെ അയാൾക്കൊരു ബോധം വന്നു, അയാൾക്ക് പശ്ചാത്താപം മനോഭാവം വന്നു, അയാൾ തൗബ ചെയ്തു. ഇനി എന്താ ചെയ്യേണ്ടത്? നിസ്കരിക്കണം. ഒഴിവായ നിസ്കാരങ്ങൾ എത്രയെന്ന് അറിയുമോ അത്രയും നിസ്കരിക്കണം. അല്ലെങ്കിൽ അയാൾ എന്താക്കണം? സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ച് അള്ളാഹുവിനോട് തൗബയും പാപമോചനത്തെയും ചോദിക്കണം. അപ്പോൾ ഫർളുകൾ ഉപേക്ഷ വന്നു പോയാൽ അതിന് പരിഹാര മാർഗങ്ങൾ ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട്. നിസ്കാരത്തിന് എന്താണ്? നിസ്കാരം മാത്രമാണ്. അതുകൊണ്ട് തന്നെയാണ് അത് ഒരു മനുഷ്യന് കഴിയുന്ന വിധത്തിൽ അവൻ അത് നിർവഹിക്കണം. സാധ്യതയുടെ ഏറ്റവും അവസാനത്തെ രീതി എങ്ങനെയാണോ അങ്ങനെ നിർവഹിക്കണം എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അത് പതിവാക്കുക എന്നതാണ് മുഹാഫളത്തിന്റെ രണ്ടാമത്തെ ഒരു ഭാഗം. ഖുർആൻ വിജയിച്ച ആളുകളെ കുറിച്ച്, നിസ്കാരിക്കുന്ന സ്വഭാവത്തെക്കുറിച്ച് പറയുമ്പോൾ പറഞ്ഞത്, അല്ലദീനഹും അലാ സ്വലാത്തിഹിം ദായിമുൻ,
അവർ നിസ്കാരം ദായിമാക്കുന്നവരാണ്, നിലനിർത്തുന്നവരാണ്, പതിവായി നിർവഹിക്കുന്നവരാണ് എന്നാണ്. മൂന്നാമത്തെ കാര്യം, നിർവഹിക്കേണ്ട രൂപത്തിലും ഭാവത്തിലും നിർവഹിക്കണം. അത് മുഹാഫളത്തിന്റെ ഭാഗമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ നോക്കൂ, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ആയത്താണ് ഫവൈലുൽ ലിൽ മുസല്ലീൻ അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ എന്ന സൂറത്തുൽ മാഊനിലെ ആയത്ത്. നിസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറയുന്നിടത്ത് എന്തുകൊണ്ടാണ് നിസ്കരിച്ചിട്ടും അവർക്ക് നാശം? അവർ നിസ്കരിക്കേണ്ട രൂപത്തിൽ നിസ്കരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സ്വല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നിസ്കരിക്കുന്നതായിട്ടാണോ നിങ്ങൾ കണ്ടത് അതുപോലെ നിങ്ങൾ നിസ്കരിക്കണം. അപ്പോൾ ഒരാൾ എങ്ങനെ സക്കാത്ത് കൊടുക്കേണ്ടത്? നബി കാണിച്ചതുപോലെ തന്നെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. എങ്ങനെ ഹജ്ജ് ചെയ്യേണ്ടത്? നബി ചെയ്തതുപോലെ തന്നെയാണ് ഹജ്ജ് ചെയ്യേണ്ടത്. എല്ലാ ഇബാദത്തുകളും, അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂചിപ്പിച്ചു, എല്ലാ ഇബാദത്തും പ്രവാചകൻ ചെയ്തതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത്. പക്ഷെ നിസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ ഓർമ്മിപ്പിച്ചു, അല്ലെങ്കിൽ പഠിപ്പിച്ചു, സ്വല്ലു, നിങ്ങൾ നിസ്കരിക്കണം. എങ്ങനെ? കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നതായി എങ്ങനെ നിങ്ങൾ കണ്ടുവോ അങ്ങനെ നിങ്ങൾ നിസ്കരിക്കണം. അപ്പം ഇവിടെ യഥാർത്ഥത്തിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ മറ്റു വിഷയങ്ങളിലേക്കാളൊക്കെ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അതിൻ്റെ റുക്കുനും സുന്നത്തും വാജിബും ഒക്കെ സാധാരണക്കാരായവർ തന്നെയും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. മറ്റുള്ള കാര്യങ്ങൾക്ക് ചിലപ്പോൾ ഉപേക്ഷ ഉണ്ടാകാം. നിസ്കാരം എന്താണ്, അതിൻ്റെ റുക്കുനുകൾ എന്നറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്. കാരണം ഒരു റുക്കിന് നഷ്ടപ്പെട്ടാൽ, അത് അറിഞ്ഞിട്ടാണെങ്കിലും അറിയാതെയാണെങ്കിലും ഒരു റുക്കിന് നഷ്ടപ്പെട്ടാൽ അത് പിന്നെ നഷ്ടപ്പെട്ടതാണ്. നിസ്കാരത്തിൻ്റെ സ്വഹത്തിനെയാണ് അത് ബാധിക്കുക. അതുകൊണ്ട് എന്തൊക്കെയാണ് റുക്കിന്? ഒരാൾക്ക് നിസ്കാരത്തിൽ ഒന്നാമത്തെ അത്തഹിയാത്ത് മറന്ന് അയാൾ ചെയ്തില്ല, അതിനൊരു ഹുക്കുമാണല്ലോ. ഇനി ഒരാൾ ബോധപൂർവം ഒന്നാമത്തെ അത്തഹിയാത്ത് ഒഴിവാക്കി, എന്നാൽ അയാൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നേക്കാവുന്ന കാര്യങ്ങളാണ്. ഒരാൾക്ക് മറവി സംഭവിച്ചു എന്ന് പറഞ്ഞാൽ നിസ്കാരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് മറവി സംഭവിക്കല്ല, നിസ്കാരം തന്നെ ഗഫലത്തിലായി നിസ്കരിച്ചു, എന്താണ് ചൊല്ലുന്നത് ഒന്നും ബോധമൊന്നും ഇല്ലാതാണ് നിസ്കരിച്ചത്. അയാൾ എന്താണ് പിന്നെ ചെയ്യേണ്ടത് എന്നത് അറിയാത്ത, പഠിക്കാൻ ശ്രമിക്കാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നഷ്ടമാകുന്നത്. ഇതൊക്കെ സംഭവിച്ചാൽ അവരുടെ ഇബാദത്തിന്റെ സ്വഹത്തിനെയാണ്, അത് നിസ്കാരത്തിന്റെ സ്വഹത്തിനെ ബാധിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അവ്വലു മാ യുസ്അലു അൽ അബ്ദു യൗമൽ ഖിയാമത്തി അസ്വലാത്ത്, ഏറ്റവും ആദ്യം ഒരു അടിമ ചോദ്യം ചെയ്യപ്പെടുന്നത് അവന്റെ നിസ്കാരത്തെ കുറിച്ചായിരിക്കും. അതിൽ ആർക്കും ഉപേക്ഷയില്ല. ഷഹാദത്ത് അംഗീകരിച്ചവർ ഒരു വക്തിലേക്ക് കടന്നാൽ അവൻ നിസ്കരിക്കുക എന്നത് നിർബന്ധമാണ്, അതിലാർക്കും ഉപേക്ഷയില്ല. അതുകൊണ്ട് ആരാണോ ആ നിസ്കാരത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ പൂർണ്ണത പാലിക്കുന്നത് ഫഖദ് അഫ്ലഹ വ അൻജഹ, അവൻ്റെ ഇനി വരാനുള്ള മുഴുവൻ വിചാരണ ഭാഗങ്ങളും വേളകളും അവൻ വിജയിച്ചു കഴിഞ്ഞു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇനി ആ നിസ്കാരത്തിന്റെ പട്ടികയിൽ ചോദ്യോത്തരത്തിൽ ആരുടെ ഭാഗമാണോ താഴ്ന്നു പോകുന്നത്, വഖദ് ഖാബ വ ഖസിറ, അവന് നഷ്ടവും അവന്റെ നഷ്ടം അതോടുകൂടി ആരംഭിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നിസ്കാരത്തിന്റെ ഇത്തരം റുക്നുകൾ, സുന്നനുകൾ, വാജിബുകൾ ഏതൊക്കെയാണെന്ന് അറിയൽ ആ നിലക്കുകൂടെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഏറ്റവും നിർബന്ധമായ കാര്യമാണ് എന്നർത്ഥം. അത് വിശദമായി ഇൻഷാ അല്ലാഹ് നമ്മൾ തുടർന്ന് പാഠങ്ങളായി തന്നെ ഷെയ്ഖ് റഹിമഹുല്ലാഹ് സൂചിപ്പിക്കുന്നുണ്ട്, അവിടെ നമുക്ക് കൂടുതൽ വിശദീകരിച്ച് പറയാം. ഒരു കാര്യം കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തെക്കുറിച്ച് മാത്രം പറഞ്ഞ കാര്യമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഞങ്ങൾ സ്വഹാബികൾ ഇസ്ലാമിൽ എന്തെങ്കിലും ഒരു കാര്യം ഒഴിവാക്കിയത് കൊണ്ട് അദ്ദേഹത്തെ മാറ്റി നിർത്താറില്ല. എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പാടില്ലാത്തത് ചെയ്യുമ്പോഴാണല്ലോ അദ്ദേഹം ഇസ്ലാം നിന്ന് പുറത്തു പോവുക. എന്നാൽ ഒരു കാര്യം ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ അവനെ മുസ്ലിമിൻ്റെ പട്ടത്തിലേക്ക് ഞങ്ങൾ കൂട്ടത്തിൽ മാറ്റി നിർത്താറുണ്ടായിരുന്നില്ല. ഇല്ല സ്വലാത്ത്, നിസ്കാരം ഒഴികെ. ലാ ഹല്ല ലിമൻ തറക്ക സ്വലാത്ത്, ലാ ഹല്ല ഫിൽ ഇസ്ലാമി ലിമൻ തറക്ക സ്വലാത്ത്, നിസ്കാരം ഒഴിവാക്കിയാൽ അവന് പിന്നെ ഇസ്ലാമിൽ അവനൊരു അവകാശവുമില്ല, ഒരു ഓഹരിയുമില്ല എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞിട്ടുണ്ട്, നിസ്കാരം അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനഹും അസ്വലാത്ത്, നമ്മളും അവിശ്വാസികളും തമ്മിലുള്ള വേർതിരിവിൻ്റെ ഭാഗം അത് നിസ്കാരമാണ്. ഫമൻ തറകഹ ഫഖദ് കഫർ, ആ നിസ്കാരം ഒഴിവാക്കുന്നവൻ ബോധപൂർവം അതിൻ്റെ ഫളിലും അതിൻ്റെ നിർബന്ധതയും ഒക്കെ അറിഞ്ഞിട്ടും അതിനെ നിഷേധിച്ച് അത് ഒഴിവാക്കുന്ന ആളുകൾ അവന് കുഫർ സംഭവിക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിസ്കാരം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഷഹാദത്ത് അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ പഠിക്കാൻ ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് ഏതാണ്? അത് നിസ്കാരമാണ്. മറ്റു ഇബാദത്തുകളെക്കാളൊക്കെ അപ്പുറത്ത് നിസ്കാരം അതിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ സുനനുകളും റുക്കുനുകളും ഒക്കെ നന്നായി പഠിക്കുക എല്ലാവരെ സംബന്ധിച്ചും നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, മൂന്നാമത്തെ റുക്കിന് സക്കാത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു സക്കാത്ത്. മുആദ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ യമനിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മുആദ് താങ്കൾ കടന്നു പോകുന്നത് അഹ്ലുൽ കിതാബുകാരുടെ അരികിലേക്കാണ്, വേദക്കാരായ ആളുകൾക്ക് പ്രബോധനം നിർവഹിക്കാനാണ് അങ്ങ് പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ബാധ്യത അത് അള്ളാഹുവിനെ
അവർക്ക് നന്നായി പരിചയപ്പെടുത്തി തൗഹീദ് പഠിപ്പിക്കലാണ്. അത് അവർ അംഗീകരിച്ചാൽ അവരറിയിക്കണം അള്ളാഹു 5 നേരത്തെ നിസ്കാരം നിർബന്ധമാക്കിയിട്ടുണ്ട്. അതും അവർ അംഗീകരിച്ച് പ്രാവർത്തികമാക്കിയാൽ അവരറിയിക്കണം അള്ളാഹു അവർക്ക് അവരുടെ സമ്പത്തിൽ നിന്ന് നിർബന്ധമായ ദാനത്തെ സംവിധാനിച്ചിട്ടുണ്ട് എന്നവരെ അറിയിക്കണം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇസ്ലാമിൻ്റെ 5 റുക്നുകൾ പറയുന്ന ഹദീസിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സക്കാത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു. നിസ്കാരത്തോട് ചേർത്ത് 29 സ്ഥലങ്ങളിലാണ്, ഏറ്റക്കുറച്ചിലുകളുണ്ടാകാം, ഏകദേശം അത്രയും സ്ഥലങ്ങളിലാണ് നിസ്കാരം പറയുന്ന അത്ര തന്നെ ഭാഗങ്ങളിൽ ചേർത്ത് സക്കാത്ത് കൂടെ പറഞ്ഞു പോകുന്നത്. അതെന്തുകൊണ്ടാണ് എന്നത് പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത് കാണാം. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാലഘട്ടത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സുദീർഘമായ ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ടതിന് ശേഷം കഫറ മൻ കഫറ മിനൽ അറബ്, അറബികളുടെ കൂട്ടത്തിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ കുഫറിലേക്ക് പോയി. അപ്പോൾ അവരുമായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിച്ചു. ഹുറൂബുർ റിദ്ദ, ദീനിൽ നിന്ന് മതഭ്രഷ്ട് സംഭവിച്ചു പോയവർക്കെതിരെ അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ദീന് വിട്ടുപോയവരാണല്ലോ, അവരോടാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അങ്ങനെ അതിൽ നിന്നൊരു സമൂഹത്തെ ബോധ്യപ്പെടുത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു കൊണ്ടുവന്നു. ഇനി രണ്ടാമതൊരു വിഭാഗത്തോട് അബൂബക്കർ റളിയല്ലാഹു അൻഹു യുദ്ധം പ്രഖ്യാപിക്കുന്നുണ്ട്. അതാരാണ്? അത് സക്കാത്ത് തടഞ്ഞു വെച്ച ആളുകളാണ്. അവർ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടില്ല, നിസ്കാരമുണ്ട്. എന്നാൽ അവർ പറഞ്ഞു സക്കാത്ത് ഞങ്ങൾ പ്രവാചകന് കൊടുത്തിരുന്നതാണ്, ഇനി പ്രവാചകൻ മരണപ്പെട്ടല്ലോ, ഇനി സക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞവർ. അപ്പോൾ അവരോട് യുദ്ധം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പോയിട്ട് ചോദിച്ചു, എങ്ങനെ യുദ്ധം ചെയ്യും? കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഉമിർതു അൻ ഉഖാതില അന്നാസ ഹത്താ യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഞാൻ ജനങ്ങളോട് യുദ്ധം ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് വരെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ഹുരിമത്ത്, അവരുടെ ദമും അവരുടെ രക്തവും അവരുടെ സമ്പത്തും അവരുടെ അഭിമാനവും ഒക്കെ പിന്നെ എനിക്ക് നിഷിദ്ധമാണ്, അത് തൊടാൻ പാടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കെ എങ്ങനെയാണ് സക്കാത്ത് നൽകില്ല എന്ന് പറഞ്ഞ ആളുകളോട് നിങ്ങൾ യുദ്ധം ചെയ്യുക? അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വല്ലാഹി ലൗ മനഊനി, അവർ എനിക്ക് ഒരു കയറാണ് അവർ അള്ളാഹുവിൻ്റെ പ്രവാചകന് സക്കാത്ത് കൊടുത്തിരുന്നത് എങ്കിൽ ആ കയർ എനിക്ക് തരില്ല എന്ന് അവർ പറഞ്ഞാൽ, അത് തരാൻ ബാധ്യതയില്ല എന്നവർക്ക് അവർ പറഞ്ഞാൽ ഞാൻ അവരോട് യുദ്ധം ചെയ്യും. കാരണം നിസ്കാരം എങ്ങനെയാണോ പഠിപ്പിച്ചത് അതുപോലെ തന്നെ സക്കാത്തും പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹു ബോധ്യപ്പെടുത്തി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ആ സംഭവത്തിന് ശേഷമാണ് എനിക്കൊരു ഹൃദയവിശാലത കിട്ടിയത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്നെ പഠിപ്പിക്കുകയായിരുന്നു എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുന്ന വാചകം നമുക്ക് കാണാം. അങ്ങനെ നിസ്കാരത്തോട് ചേർത്ത് പഠിപ്പിച്ചതാണ് സക്കാത്ത്. പൊതുവെ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നിശ്ചിത സമ്പത്ത് നിശ്ചിത അളവിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിർബന്ധമായി നൽകേണ്ട ദാനകർമ്മത്തിനാണ് നമ്മൾ സക്കാത്ത് എന്ന് പറയാം. അതുകൊണ്ട് തന്നെ അത് സമൂഹത്തിൽ എല്ലാവർക്കും ബാധകമാകുന്ന കാര്യമല്ല. നിശ്ചിതമായൊരു അളവുണ്ട്, ആ അളവ് സമ്പത്തിൽ നിന്ന് എത്തണം. കൃഷിയാകട്ടെ, കച്ചവടമാകട്ടെ, നാണയങ്ങളാകട്ടെ, അങ്ങനെയുള്ള വിഭവങ്ങൾ, ഇങ്ങനെ എണ്ണി പറഞ്ഞ നിധിയുണ്ട്, ഇങ്ങനെ എണ്ണി പറഞ്ഞ വിഭവങ്ങളുണ്ട്. ഈ വിഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു അളവുണ്ട്. ആ അളവ് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു കാലയളവുണ്ട്. ആ കാലയളവ് ഇതിനാണ് നമ്മൾ നിസാബ്, ഹൗല് എന്നൊക്കെ പറയുക. അപ്പോൾ എല്ലാ സമ്പത്തിനും കൊടുക്കണോ? ഇസ്ലാം പഠിപ്പിച്ച ചില അൻവാകളുടെ ഇനം സമ്പത്തുകളുണ്ട്. അത് നാണയവും കച്ചവടവും കൃഷിയും എന്നൊക്കെ എണ്ണി പഠിപ്പിച്ച കാര്യങ്ങളുണ്ട്. ഇതിൽ ഓരോന്നിനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു അളവുണ്ട്. ആ അളവ് സമ്പത്ത് ഒരു കാലഘട്ടമുണ്ട്, ഒരു ഹൗലുണ്ട്. അത് നമ്മുടെ കയ്യിൽ ആ സമ്പത്ത് വരികയും ആ നിശ്ചിത അളവ് എത്തുകയും ചെയ്താൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് എന്നർത്ഥം. സക്കാത്ത് എന്ന പദത്തിന് ഭാഷയിൽ 2 അർത്ഥമാണുള്ളത്. ഒന്ന് വളർച്ച എന്നാണ് അർത്ഥം. രണ്ടാമത്തത് സംസ്കരണം എന്നാണ് അർത്ഥം. ഈ സംസ്കരണം എന്ന വാക്കർത്ഥത്തിൽ ഖുർആൻ സക്കാത്തിൻ്റെ മറ്റു പദങ്ങൾ, അതിന് മുസ്തഖായ പല കലിമത്തുകളും ഉപയോഗിച്ചിട്ടുണ്ട്. ഹൃദയത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ഖദ് അഫ്ലഹ മൻ സക്കാഹ എന്ന് പറയുന്നുണ്ട്. ആ ഹൃദയത്തെ സംസ്കരിച്ചവർക്ക് വിജയം എന്ന് ഖുർആൻ പറയുന്നത്. അങ്ങനെ പല ഘട്ടങ്ങളിൽ സക്കാത്തിൻ്റെ സംസ്കരണ അർത്ഥം വരുന്ന പല പ്രയോഗങ്ങൾ ഖുർആൻ പ്രയോഗിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം സക്കാത്ത് എന്ന് പറയുന്ന ഇസ്ലാമിൽ ഒരു ഇബാദത്ത്, നമ്മൾ പറഞ്ഞില്ല എന്താണ് ഇബാദത്ത്? അത് സമ്പത്തുമായി ബന്ധപ്പെട്ട് നിശ്ചിത ഇനം സമ്പത്തുകൾ നിശ്ചിത കാലയളവ് നിശ്ചിത അളവ് ഒരാളിൽ എത്തിയാൽ പിന്നെ പഠിപ്പിക്കപ്പെട്ട ഒരു ശതമാനം അത് അർഹരായ ആളുകൾക്ക് നൽകണം. ഇതെല്ലാം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള അളവുകളാണ്, വിഭവങ്ങളാണ്, ആളുകളാണ്, അവരാണ് അത് നൽകേണ്ടത്. അപ്പം ഇത് ഇങ്ങനെ നൽകുന്ന ഒരു ഇബാദത്തും സക്കാത്ത് എന്ന അറബി പദവും തമ്മിൽ എങ്ങനെയാണ് യോജിക്കുന്നത് എന്ന് പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നുണ്ട്. സക്കാത്ത് എന്ന് പറഞ്ഞാൽ സംസ്കരണം, വളർച്ച എന്നൊക്കെയാണ് അർത്ഥം. ഈ സക്കാത്ത് നമ്മൾ നിർവഹിക്കുന്ന സക്കാത്തും ഈ പദവും എങ്ങനെയാണ് ബന്ധപ്പെടുന്നത്? ഒന്നാമത്തേത്, സക്കാത്ത് നൽകുന്നതിലൂടെ സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടും. സക്കാത്ത് നൽകുമ്പോഴാണ് സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുക. നമുക്കറിയാം, അല്ലാത്ത പക്ഷം ആ പണം എന്തായിരിക്കും? ഹറാമായിരിക്കും. അള്ളാഹു നമുക്ക് സമ്പത്ത് തന്നു,
ആ സമ്പത്തിൽ നിന്ന് നിശ്ചിത കാലയളവും നിശ്ചിത അളവും എത്തിയവർ ഇത്ര ശതമാനം സക്കാത്ത് കൊടുക്കണം, അത് നമ്മുടെ അർഹതയിൽപ്പെട്ടതല്ല എന്ന് പറഞ്ഞു. അത് കൊടുത്തു വീട്ടാത്തവരുടെ സമ്പത്ത് പിന്നെ മുഴുവനും എന്തായിരിക്കും? ഹറാമായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ലഹ്മിൻ, ഈ ഹറാമിൽ നിന്ന് കുതിർത്തു വരുന്ന എല്ലാ ഇറച്ചിയും അത് നരകത്തിനാണ്. അന്നാറു ഔല, അതിന് ഏറ്റവും അർഹതപ്പെട്ടത് നരകമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. അപ്പോൾ ആ നിലക്ക് പിന്നീടുള്ള സമ്പത്തെല്ലാം ഹറാമായി മാറും. സക്കാത്ത് കൊടുക്കുമ്പോഴാണ് സമ്പത്ത് ശുദ്ധീകരിക്കപ്പെടുക. അതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സമ്പത്ത്. ആ കയ്യിൽ ഉള്ള സമ്പത്ത് അത് ദാനം ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ഹൃദയം ശുദ്ധീകരിക്കപ്പെടും. അതിന് കൂടുതൽ ഇപ്പൊ നോക്കൂ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്വഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും റിഫ്ഖുള്ള ലോല ഹൃദയനായിരുന്നു എന്ന് നമുക്കറിയാം. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ് സമ്പത്ത് ദാനം ചെയ്യുന്നതിലും ഏറ്റവും മുന്നിൽ നിന്നിരുന്നത് എന്നും നമുക്കറിയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഘട്ടത്തിൽ പ്രവാചകൻ പറഞ്ഞല്ലോ, നിങ്ങളെ സമ്പത്തൊക്കെ സ്വരൂപിച്ച് കൊണ്ടുവരൂ, ദീനിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞൊരു ഘട്ടത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു മത്സരിച്ച സംഭവം നമുക്കറിയാം. മാത്രമല്ല അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് കാലഘട്ടത്തിൽ അദ്ദേഹം സ്വകാര്യമായി സഹായിച്ചിരുന്ന പലരും അദ്ദേഹത്തിന്റെ ചുറ്റിലുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വഫാത്തോടു കൂടെയാണ് പിന്നീട് അവർക്കൊക്കെ പ്രയാസം അനുഭവിക്കപ്പെടുകയും ഇത് കിട്ടാതിരുന്നത് അല്ലെങ്കിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്നത് ഖലീഫയാണ് എന്ന് ബോധ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സമ്പത്ത്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു സമ്പത്ത്, നമുക്ക് ആവശ്യമുള്ള സമ്പത്ത്, നമുക്ക് കൊതിയുള്ള സമ്പത്ത്, അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ അള്ളാഹു കൽപ്പിച്ചതിൻ്റെ പേരിൽ അത് ഷെയർ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിനും ലോലതയുണ്ടാകുക, ശുദ്ധീകരിക്കപ്പെടും. അവിടെ പിന്നെ നമ്മൾ നയിച്ചുണ്ടാക്കിയ ഒന്ന് അള്ളാഹു കൽപ്പിച്ചതിൻ്റെ പേരിൽ മറ്റൊരാൾക്ക് കൊടുക്കാൻ തയ്യാറാകുന്നവർ പിന്നെ ഒരിക്കലും അന്യന്റെ മുതൽ ആഗ്രഹിക്കില്ല. അത് ഈമാനോടുകൂടെ ഇഖ്ലാസോടുകൂടെ ചെയ്യുന്നവൻ പിന്നെ അന്യന്റെ മുതൽ കിട്ടാൻ ആഗ്രഹിക്കുകയില്ല. അതിലൂടെ സമൃദ്ധി ഉണ്ടാക്കാൻ അവൻ കൊതിക്കുകയില്ല. ഇനി അഭിമാനത്തെക്കുറിച്ച് പറഞ്ഞാലും അതിനെക്കുറിച്ച് നല്ല ബോധമുള്ളവരായിരിക്കും. അങ്ങനെ ഹൃദയം കൂടെ ശുദ്ധീകരിക്കപ്പെടും ഒരാൾ സക്കാത്ത് കൊടുക്കുമ്പോൾ എന്നാണ്. രണ്ടാമത്തെ ഒരു കാര്യം, വർധനവാണല്ലോ സക്കാത്ത് എന്ന പദത്തിന്റെ അർത്ഥം. സക്കാത്ത് കൊടുക്കുന്നവരുടെ സമ്പത്ത് വർദ്ധിക്കും എന്ന് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാം. നബി പ്രവാചകൻ പറഞ്ഞ ഹദീസ് ഇങ്ങനെ കാണാം, മാ നഖസത്ത് സ്വദഖത്തും മിൻ മാലിൻ, സ്വതക്ക കൊടുത്തത് കൊണ്ട് സമ്പത്ത് ഒരാളുടെയും കുറഞ്ഞു പോയിട്ടില്ല. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഹി മുഖേന അറിയിച്ചു തന്നിട്ടൊരു പ്രയോഗമാണ്. അപ്പോൾ കുറയുന്നില്ല എന്ന് വെച്ചാൽ ലിറ്ററലി 1000 ഉള്ളവൻ അതിന് 2.5% കണക്കൂട്ടി കൊടുക്കുന്നു, അല്ലെങ്കിൽ 100 ഉള്ളവൻ 2.5% കണക്കൂട്ടി കൊടുക്കുന്നു. അപ്പോൾ ആ 2.5 കുറയുന്നില്ലേ? സ്വാഭാവികമായിട്ടുണ്ട്. കച്ചവടത്തിന്റെ മൊത്തം മൂല്യം നോക്കി അതിന് 2.5% സക്കാത്ത് കൊടുക്കുന്നവർ അത് അവന്റെ സമ്പത്തിൽ നിന്ന് മൂല്യം കുറയുന്നില്ലേ? സ്വാഭാവികമായിട്ടുണ്ട്. സ്വർണം 10 പവന്റെ മുകളിൽ പോയാൽ അതിന്റെ 2.5% സ്വർണ്ണമായി തന്നെ സക്കാത്ത് കൊടുക്കണം. അതാണ് ഏറ്റവും അഫ്ളൽ. പണം കൊടുത്താൽ സ്വഹിയാവും. അപ്പോൾ ഒരാൾ സ്വർണം സക്കാത്ത് കൊടുക്കുകയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ, അത് സ്വർണം കുറയുന്നില്ലേ? സ്വാഭാവികമായിട്ടും കുറയും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ഘടകം, അങ്ങനെ കൊടുത്തിട്ട് നമ്മൾ ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ സക്കാത്ത് കൊടുത്ത് സ്വതക്ക് കൊടുത്ത് പാപ്പരായ ഒരു മനുഷ്യൻ എന്ന് നമ്മൾ കേട്ടില്ല. എന്നാൽ കുന്നോളം സമ്പത്ത് സ്വരൂപിച്ചിട്ടും ഒരു രാത്രിയിൽ ഒന്നാകെ അടിഞ്ഞു വീണ് ആ സമ്പത്ത് ഒന്നാകെ നശിച്ച് പിന്നെ അങ്ങനെ ഒരു ദാരിദ്ര്യത്തിലേക്ക് പോയ എത്രയോ ആളുകളുടെ പേര് കണ്ണ് ചിമ്മി നമുക്ക് പറയാൻ പറ്റും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വാചകം, അത് നിർബന്ധമായി ശരിയായിരിക്കും എന്നതിൽ നമുക്കൊരു സംശയവുമില്ല. പരിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞു, ഖുൽ ഇന്ന റബ്ബി യബ്സുതു അർറിസ്ഖ ലിമൻ യശാഉ മിൻ ഇബാദിഹി. പ്രവാചകരെ പറയുക, എൻ്റെ റബ്ബ് അവൻ്റെ അടിമകൾക്ക് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് റിസ്ക് വർദ്ധിപ്പിച്ചു നൽകും, വിശാലമാക്കി കൊടുക്കും. അതുപോലെ തന്നെ വയഖ്ദിറു, അവൻ ഉദ്ദേശിക്കുന്ന അവൻ്റെ അടിമകൾക്ക് കുറച്ചും കൊടുക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലും കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കും, സമ്പത്ത് പിന്നെ അല്ലെങ്കിൽ വിഭവങ്ങൾ അല്ലെങ്കിൽ റിസ്ക് എന്ന് പറയുന്നത് എന്താക്കും, അടിമകൾക്കിടയിൽ വീതിക്കും. അത് കുറച്ച് ആളുകൾക്ക് അതിൻ്റെ അളവ് കൂടിയിട്ടായിരിക്കും ഉണ്ടാവുക, കുറച്ച് ആളുകൾക്ക് അതിൻ്റെ അളവ് കുറഞ്ഞിട്ടായിരിക്കും ഉണ്ടാവുക. എന്തെന്നെയാണെങ്കിലും അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമാ അൻഫഖ്തും മിൻ ഷൈഇൻ ഫഹുവ യുഖ്ലിഫു. നിങ്ങളൊന്നും ആ സമ്പത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചത് കുറവോ കൂടുതലോ ആകട്ടെ, അതിൽ നിന്ന് നിങ്ങൾ സമ്പത്ത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നില്ല, ഫഹുവ യുഖ്ലിഫു, അതിന് പകരമായി അള്ളാഹു നിങ്ങൾക്ക് സമ്പത്ത് മറ്റൊന്ന് തന്നിട്ടല്ലാതെ, വഹുവ ഖൈറുർ റാസിഖീൻ, ഇത്രയും തന്ന റബ്ബ് നിങ്ങൾക്ക് ഇനിയും തരാൻ കഴിവുള്ളവരാണ്, അവൻ നൽകുന്നവരിൽ ഏറ്റവും ഉത്തമനാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, മാ മിൻ യൗമിൻ യുസ്ബിഹു അൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാനി യൻസിലാൻ. ഒരു ദിവസവുമില്ല അന്ന് നേരം വെളുക്കുന്ന സമയത്ത് 2 മലക്കുകൾ ആകാശത്ത് നിന്ന് ഇറങ്ങി വരും. ആ 2 മലക്കുകളും പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട്. വയഖൂലു അഹദുഹുമ, അതിലൊരു മലക്ക് ഇങ്ങനെ പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ അഅതി മുൻഫിഖൻ ഖലഫ, അള്ളാഹുവെ ചെലവഴിക്കുന്നവന് ആ സമ്പത്തിന്റെ പകരം നീ നൽകണേ എന്ന് പ്രാർത്ഥിക്കാതെ ഒരു ദിവസവും കടന്നു പോകുന്നില്ല. അല്ലാഹുമ്മ അഅതി മുംസിക്കൻ തലഫ എന്ന് മറ്റേ മലക്കും പ്രാർത്ഥിക്കും. ഇപ്പം എല്ലാ ദിവസവും
ഇന്ന് നേരം വെളുത്തപ്പോൾ മലക്കുകൾ ഇറങ്ങി വന്ന് 2 മലക്കുകൾ ഇറങ്ങി വന്ന് ഒരു മലക്ക് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹുവെ സമ്പത്ത് ചെലവഴിക്കുന്നവൻ ആ സമ്പത്തിന് പകരം നീ കൊടുക്കണേ എന്ന് മലക്കുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. സമ്പത്ത് അന്യായമായി പിടിച്ചു വെച്ച് അർഹതപ്പെട്ടവർക്ക് കൊടുക്കാതെ, ആവശ്യക്കാർക്ക് കൊടുക്കാതെ, ആവശ്യത്തിന് ചെലവഴിക്കാതെ പിടിച്ചു വച്ചവർ അവരുടെ സമ്പത്തിൽ ഈ നാശത്തെ വിതക്കണേ എന്നും മലക്കുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഒരു തസ്കിയത്തിൻ്റെ വശമാണ്, ഈമാനിൻ്റെ വശമാണ്, നമ്മൾ ഉൾക്കൊള്ളുന്ന ഒരു ആദർശത്തിൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. സമ്പത്ത് സക്കാത്ത് അത് കൊടുക്കുന്നവർക്ക് അത് വർദ്ധിക്കും എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്ന കാര്യമാണ്. അപ്പോൾ സക്കാത്ത് ഈ 2 അർത്ഥത്തിലാണ് അതിൻ്റെ വാക്കുമായി യോജിക്കുന്നത് എന്ന് നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ ഇത് മുസ്ലിം സമൂഹത്തിൽ എല്ലാവർക്കും ബാധകമാകുന്ന ഒരു ഇബാദത്തല്ല സക്കാത്ത്. സമ്പത്ത് ഉള്ളവർ ആ സമ്പത്ത് കണക്ക് കൂട്ടുക എന്നത് നിർബന്ധമാണ്. അപ്പോൾ ഒരു വ്യക്തിക്ക് ഞാൻ ഇതിന് അർഹനായിട്ടുണ്ടോ ഇല്ലേ എന്ന് എങ്ങനെ മനസ്സിലാക്കുക? ബേസിക്കലി എനിക്ക് വരുന്ന ഇൻകംസ് അത് വാടക ആയിട്ടാണോ, അത് കൃഷിയിൽ നിന്നാണോ, അല്ല അത് ശമ്പളമായിട്ടാണോ, അതല്ല എൻ്റെ കയ്യിലുള്ള സ്വത്ത് എന്താണ് എന്നത് കണക്ക് കൂട്ടൽ ഒരു മുഅ്മിന്റെ അടിസ്ഥാന സ്വഭാവമാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോഴാണല്ലോ സ്വാഭാവികമായിട്ട് വന്നതിൽ നിന്നൊക്കെ ഞാൻ സക്കാത്ത് കൊടുക്കാൻ അർഹനാണോ എന്നൊരാൾ മനസ്സിലാക്കുക. 2 കാര്യം ഉണ്ടാകുമ്പോഴാണ്. ഒന്ന് നമുക്ക് ബോധ്യമുണ്ട്, നമുക്ക് തന്നെ അറിയാം നമുക്ക് വരുന്ന വരുമാനം ഏതൊക്കെ മാർഗത്തിലൂടെയാണ്. ആ വരുന്ന വരുമാനം നമ്മളിലുള്ള സമ്പത്തിൻ്റെ സക്കാത്തിൻ്റെ അവസ്ഥ എന്താണ്. നമ്മൾ കച്ചവടക്കാരനാണ്, നമ്മളൊരു ശമ്പളക്കാരനാണ്, നമ്മളൊരു കൃഷിക്കാരനാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതൊന്നുമല്ല, പാരമ്പര്യമായി നമുക്ക് കിട്ടിയ സ്വത്ത് അത് പരിപാലിക്കുന്നവരാണ്. ഈ വരുമാനത്തിൻ്റെ ഓരോന്നും നാണയാണോ ഉള്ളത്, അല്ല സ്വർണ്ണമാണോ ഉള്ളത്, പണമാണോ ഉള്ളത്, കൃഷിയാണോ ഉള്ളത്, ഇതിൻ്റെ സക്കാത്ത് എന്താണ് എന്ന് നമ്മൾ പഠിക്കുക. ഇത് രണ്ടുമാണ് നമ്മൾ അതിന് അർഹരാണോ എന്ന് പരിശോധിക്കാനുള്ള മാർഗം. അപ്പോൾ ഇത് രണ്ടും ഒരാൾ പരിശോധിക്കുകയും എന്നിട്ട് കണക്ക് കൂട്ടുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി പേഴ്സണലി വ്യക്തിപരമായി ഇതിന് കൊടുക്കാൻ അവകാശപ്പെട്ടിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ ഉത്തരവാദിത്വപ്പെട്ടിട്ടുള്ള ആളാണോ എന്ന് നമുക്ക് ബോധ്യപ്പെടുക. ഇസ്ലാമിൻ്റെ വളരെ മനോഹരമായ ഒരു മഹാസിനാണ്, ഇസ്ലാമിൻ്റെ മനോഹരമായൊരു വശമാണ് യഥാർത്ഥത്തിൽ സക്കാത്ത് നടപ്പിലാകുന്നതിലൂടെ ഉണ്ടാവുക. ഇപ്പം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഉപദേശത്തിൽ ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: തുഖദ് മിൻ അഗ്നിയാഇഹിം ഫതുറദ് അലാ ഫുഖറാഇഹിം. അങ്ങനെ അഹ്ലു കിതാബുകാരുടെ അരികിലേക്ക് പോകുമ്പോൾ അവരുടെ സമ്പന്നരിൽ നിന്ന് നീ പണം സ്വീകരിക്കണം, എന്നിട്ട് അവരുടെ പാവപ്പെട്ടവർക്കിടയിൽ ആ സമ്പത്ത് വീതം വെക്കുകയും ചെയ്യണം. ഇപ്പോൾ നോക്കൂ, നമ്മൾ സാമ്പത്തിക ശാസ്ത്രം പഠിക്കുമ്പോൾ അതിൽ ഓരോരോ സമൂഹത്തിൻ്റെ സുരക്ഷിതത്വത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് ബിറ്റ്വീൻ പുവർ ആൻഡ് റിച്ച് എന്ന് പറയും. ആ സമൂഹത്തിലെ ഉള്ളവൻ്റെയും ഇല്ലാത്തവരുടെയും ശരാശരി വ്യത്യാസത്തെ അടുപ്പിക്കാൻ നമുക്ക് പറ്റണം. ആ വലിയ വ്യത്യാസം, പണമുള്ളവരുടെയും പണമില്ലാത്തവരുടെയും വ്യത്യാസം, ഉള്ളവൻ്റെ കയ്യിൽ ഉള്ളതിൻ്റെയും ഇല്ലാത്തവൻ്റെ കയ്യിൽ ഇല്ലായ്മയുടെയും വ്യത്യാസം അകൽച്ച വരുമ്പോൾ സമൂഹത്തിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. ആളുകൾക്ക് കൊമോഡിറ്റി വാങ്ങാൻ കഴിയാതെ വരും, അവർക്ക് അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചു പോകാൻ കഴിയാതെ വരും. എന്നാൽ ഇത് തമ്മിൽ ബ്രിഡ്ജ് ചെയ്യുക, അത് തമ്മിലുള്ള അന്തരം കുറച്ചു വരിക എന്നതാണ് ഒരു സമൂഹത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്വത്തിന് ഏറ്റവും വേണ്ട കാര്യങ്ങളിലൊന്ന്. ഇസ്ലാമിലെ സക്കാത്ത് നടപ്പിലാകുന്ന വശം ഉണ്ടാകുന്നത് എന്താണ്? എല്ലാവരുമല്ല കൊടുക്കേണ്ടത്, മറിച്ചോ ഉള്ളവരിൽ നിന്ന് 1%, അത് അവരൊരു നിലക്കും ബാധിക്കാത്തൊരു ശതമാനം അതില്ലാത്തവരിലേക്ക് കൊടുക്കുന്നു. അപ്പോൾ ഈ സമ്പത്ത് കൊടുക്കുന്നവർ അത് ഉപയോഗിക്കേണ്ട വിധത്തിൽ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായും അവിടെയും സമ്പത്ത് വളരും. അപ്പോൾ എല്ലാവരും ഒരുപോലെയാവുക എന്നത് യഥാർത്ഥത്തിൽ അതിന് ഒരുപാട് പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. എന്നാൽ ഇല്ലാത്തവൻ്റെ ഇല്ലായ്മയെ ഒരു പരിധിവരെ ഇല്ലാതാക്കാൻ സാധിക്കുകയും അവനെ ഉയർത്താൻ സാധിക്കുകയും ചെയ്യുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു സാമ്പത്തിക കെട്ടുറപ്പ് വർദ്ധിക്കും. അതുകൊണ്ട് ഇസ്ലാമിലെ ഇത് അള്ളാഹുവിൻ്റെ മതമാണ് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളിൽ ഒന്നാണ് സക്കാത്തിൻ്റെ കാര്യക്ഷമതമായുള്ളൊരു പ്രവർത്തനം ഒരു സമൂഹത്തിൽ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സാമ്പത്തികമായ ഒരു പരിരക്ഷ ആ സമൂഹത്തിന് കിട്ടും എന്നത്. നോക്കൂ, പല ആളുകൾക്ക് തോന്നും ഇപ്പോൾ സക്കാത്ത് അത് സ്വർണത്തിൽ നിന്നോ അല്ലെങ്കിൽ കച്ചവടത്തിൻ്റെയോ ഒക്കെ 2.5% മൂല്യം കണക്കാക്കി സക്കാത്ത് കൊടുക്കുമ്പോൾ ഒരു പക്ഷേ അത് വലിയ തുകയായിരിക്കും. ഇപ്പോൾ 60 അങ്ങനെ എന്തോ ആണ് തോന്നുന്നുണ്ടല്ലോ ഒരു പവൻ്റെ വില. അങ്ങനെ 10.5 പവൻ കയ്യിലുള്ളവർ അവരാളുടെ സക്കാത്ത് കൊടുക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അതൊരു 20 ഒക്കെ ഉള്ള ആളുകൾ അതിൻ്റെ 2.5% കണക്കൂട്ടി കൊടുക്കുമ്പോൾ അതൊരു വലിയ സംഖ്യയായിരിക്കും അവർ സക്കാത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ ചിന്തിക്കുക ചിലപ്പോൾ ഇത്ര രൂപയാണ് നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടത്, അവർ കൊടുക്കേണ്ടതെന്ന് ചിന്തിക്കുക. എന്നാലോ അള്ളാഹു കൊടുത്തതിൻ്റെ 2.5% അള്ളാഹു കൊടുക്കാൻ പറഞ്ഞു. 2.5%. ആ വലിപ്പം എത്ര വ്യത്യാസമാണ്! ഇല്ലാത്തവനോടല്ല, ബാക്കി വരുന്ന 2.5% കഴിച്ചാൽ വരുന്ന മുഴുവനും നമുക്ക് നമ്മുടെ തന്നെ അവകാശമായി വെച്ച് വിനിയോഗിക്കാൻ അള്ളാഹു അനുവദിക്കുമ്പോൾ 2.5%
അത് പാവപ്പെട്ടവരുടെ അവകാശമായി കൊടുക്കാനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിക്കുന്നത് എന്ന. ഇപ്പോൾ റമദാൻ വരികയാണ്. റമദാൻ വരുമ്പോഴാണ് ആളുകൾ സക്കാത്തിലേക്ക് വീണ്ടും കൂടുതൽ ശ്രദ്ധയും അതിൻ്റെ കാൽക്കുലേഷനിലേക്കൊക്കെ കടക്കാറുള്ളത്. അതിൽ പ്രധാനമായും വരുന്ന ഒരൊറ്റൊരു കാര്യം കൂടെ സൂചിപ്പിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ആളുകൾ നിസ്വാബ് തികയണം. നമ്മൾ പറഞ്ഞല്ലോ ഒരു കണക്കുണ്ട്. ഇപ്പോൾ 10.5 പവനാണ് സ്വർണത്തിൻ്റെ സക്കാത്ത്. ആ സ്വർണത്തിൻ്റെ മൂല്യത്തിലേക്ക് കണക്കൂട്ടി തന്നെയാണ് നാണയങ്ങളെ നമ്മൾ സക്കാത്തിൻ്റെ കണക്ക് കൂട്ടാറുള്ളത്. പലപ്പോഴും വളരെ ചില പണ്ഡിതന്മാർ വെള്ളിയിലേക്ക് താരതമ്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടെ അതിലേറ്റവും നമുക്ക് അവലംബയോഗ്യമായ അഭിപ്രായം സ്വർണത്തിലേക്ക് തുലനം ചെയ്താണ് നാണയങ്ങളുടെ കറൻസിയുടെ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരു വർഷം തികയണം എന്നതാണ് പൊതുവെ ഹൗല്. ഈ നിധി കിട്ടുക, അത് കിട്ടുമ്പോൾ തന്നെ കൊടുക്കണം. അതുപോലെ തന്നെ കൃഷിയുടെ ഹൗൽ എന്ന് പറയുന്നത് അത് വിളവെടുക്കുമ്പോഴാണ് അതിൻ്റെ ഹൗല്. ഇനി ഇതല്ലാത്ത സാമ്പത്തികമായ മറ്റു കാര്യങ്ങൾക്കൊക്കെ പൊതുവെ ഒരു വർഷം എന്നതാണ് ഒരു ഹൗലായി ഒരു നിർണിത കാലയളവായി പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാൽ പലപ്പോഴും ഈ ഹൗല് കണക്ക് കൂട്ടുന്നിടത്ത് ആളുകൾ നമ്മുടെ ഒരു വ്യവഹാരത്തിനനുസരിച്ച് ജനുവരി മുതൽ ജനുവരി, മാർച്ച് മുതൽ മാർച്ച്, ഫെബ്രുവരി മുതൽ ഫെബ്രുവരി എന്ന കണക്ക് കൂട്ടും. അത് വലിയ അബദ്ധമാണ്. യഥാർത്ഥം നമുക്കറിയാം ഇസ്ലാമിലെ നിയമങ്ങളൊക്കെ പാലിക്കപ്പെടേണ്ടത് എങ്ങനെയാണ്? ചന്ദ്രന്റെ ചലനത്തിനും അതിൻ്റെ മാസത്തിനും നിർണയത്തിനനുസരിച്ചാണ് മാസം നിർണയിക്കപ്പെട്ടിട്ടുള്ളത്. ആ മാസമാണ് ഇസ്ലാമിൽ എല്ലാ ആരാധനകൾക്കും എടുക്കേണ്ടത്. റമദാനിലെ നോമ്പിന് വേണ്ടി മാത്രമല്ല. ഇപ്പോൾ ഒരു സ്ത്രീ ഇദ്ദയിരിക്കുകയാണ്, 4 മാസം ഇദ്ദയിരിക്കണം. ഏത് 4 മാസമാണ് കണക്ക് കൂട്ടേണ്ടത്? ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ അല്ല കണക്ക് കൂട്ടേണ്ടത്. മറിച്ച് റജബ്, ഷഅബാൻ, റമദാൻ, ശവ്വാൽ, ഇങ്ങനെ 4 മാസമാണ് കണക്ക് കൂട്ടേണ്ടത്. ഇങ്ങനെ 2 മാസം നോമ്പ് പിടിക്കാൻ ചില കഫാറത്തുകൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട്. ആ 2 മാസത്തെ നോമ്പ് 2 മാസം എങ്ങനെയാണ് കണക്ക് കൂട്ടേണ്ടത്? അത് ഗ്രിഗോറിയൻ കലണ്ടർ അല്ല കണക്ക് കൂട്ടേണ്ടത്, മറിച്ച് ഹിജ്രി കലണ്ടറാണ് കണക്ക് കൂട്ടേണ്ടത്. എല്ലാ ഇബാദത്തുകൾക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ പെരുന്നാൾ ആഘോഷിക്കുന്നത്, നോമ്പ് ആഘോഷിക്കുന്നത് ഒക്കെ അതുപോലെ. നോമ്പ് ആഘോഷിക്കല്ല, അത് എന്താക്കുന്നത്, നമ്മൾ ആചരിക്കുന്നത് എല്ലാം ഇതുപോലെയാണ് എന്നതുപോലെ തന്നെയാണ് സക്കാത്ത് കണക്കൂട്ടുന്ന ഒരു വർഷം. ആ ഒരു വർഷം കണക്കൂട്ടേണ്ടത് എങ്ങനെയാണ്? ഞാൻ തുടങ്ങിയത് ഷവ്വാലാണ്, റജബിലാണ്. അതിന് നമ്മളാകെ റമദാനും ഷവ്വാലും പിന്നെ ദുൽഹിജ്ജയും ആണ് മാസം സത്യത്തിൽ അറിയാറുള്ളത്. ബാക്കി മാസമൊക്കെ നമുക്ക് എല്ലാ മാസവും ഒരുപോലെയാണ് എന്നതാണ് കണക്ക്. യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, ഇദ്ദത്ത ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റൻ ഫീ കിതാബില്ലാഹ്. അള്ളാഹുവിൻ്റെ കിതാബിൽ യൗമ ഖലഖ സമാവാതി വൽ അർദ്, ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ 12 മാസമാണ് ഉള്ളത്. അതിനെ ഉമർ റളിയല്ലാഹു അൻഹു ഒരു തർത്തീബ് ഉണ്ടാക്കി എന്നതാണ് ഹിജ്റ മുതൽ നമ്മൾ കണക്കൂട്ടുന്നത്. അപ്പോൾ മുഹറം മുതൽ തുടങ്ങി ദുൽഹിജ്ജിൽ അവസാനിക്കുന്ന മാസങ്ങളുടെ ക്രമം, അത് പ്രത്യേകിച്ച് ചന്ദ്രന്റെ ചലനത്തിനനുസരിച്ച് നിർണ്ണയിക്കപ്പെടുന്ന മാസം, അത് അള്ളാഹു നിശ്ചയിച്ചതാണ്. അത് ഏതെങ്കിലും ഒരു മുസ്ലിം ഭരണാധികാരി ഇജ്തിഹാദിലൂടെ ചെയ്ത് നിശ്ചയിച്ചൊരു കാര്യമല്ല. അത് അള്ളാഹുവിൻ്റെ നിശ്ചയമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ സക്കാത്ത് കണക്കൂട്ടുമ്പോഴും സ്വർണത്തിൻ്റെ സക്കാത്ത് കണക്കൂട്ടുമ്പോൾ അതുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ഒരു റമദാനിലേക്ക് വെച്ചാൽ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ, കാരണം റമദാനെ നമ്മൾ അറിയണുള്ളൂ, ബാക്കി മാസങ്ങൾ നമ്മൾ അറിയാറില്ലല്ലോ. അപ്പോൾ റമദാൻ ടു റമദാൻ എന്ന കണക്ക് കൂട്ടുന്നത് കുറച്ചുകൂടെ സുഖം എന്ന നിലക്ക് ആളുകൾ എടുക്കുന്നത്. ഏതായാലും സക്കാത്ത് അതിന് അർഹരാണോ എന്ന് നമ്മൾ പരിശോധിക്കുകയും കൊടുക്കാൻ അർഹരാണോ എന്ന് നമ്മൾ പരിശോധിക്കുകയും എന്നിട്ട് അത് അർഹരായ ആളുകളിലേക്ക് കൊടുത്തു വിട്ടുമ്പോഴാണ് നമ്മുടെ സ്വത്ത് എന്താക്കുക, അത് ശുദ്ധീകരിക്കപ്പെടുക, നമ്മുടെ മനസ്സും ശുദ്ധീകരിക്കപ്പെടുക. സക്കാത്തിനോടൊപ്പം തന്നെ സ്വതക്കയും കൂടെ ഉണ്ടാകുമ്പോഴാണ് സത്യത്തിൽ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വതക്കയുടെ കാര്യം പറയുമ്പോൾ ഈ കണക്കില്ലല്ലോ, ഇത്ര ഉള്ളവരാണ് കൊടുക്കേണ്ടത് എന്ന കണക്കില്ല. പക്ഷെ പൊതുവേ നമ്മുടെ ഒരു മനസ്സിൽ അങ്ങനെ ഒരു കണക്കുണ്ട്. 1000 കൊടുക്കേണ്ടത് ആരാണ്? അതൊരു 6 അക്കം ബാങ്കിൽ ബാലൻസായി സെക്യൂർഡ് ആയിട്ടുള്ള ആളുകളാണ് പണമൊക്കെ കൊടുക്കേണ്ടത്. വെള്ളിയാഴ്ച പിരിവ് കൊടുക്കേണ്ടത് ആരാണ്? അത് ഖുതുബക്ക് വരുന്ന സാധാരണക്കാരാണ്. ബക്കറ്റ് പിടിക്കുന്ന നമുക്കത് കൊടുക്കേണ്ടതില്ല എന്ന ധാരണ പലപ്പോഴും ഉണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. അതൊരു ഒരു കണക്ക് പ്രകാരം നമുക്കൊക്കെ ഇപ്പോൾ ചുരുങ്ങിയത് ഒരു വൈകുന്നേരം നമ്മൾ ചായ കുടിക്കാൻ കയറിയാൽ 2 ആളാണെങ്കിൽ ഒരു 150 രൂപ കൊടുക്കാതെ നമുക്ക് ഇറങ്ങാൻ കഴിയില്ല. അങ്ങനെ നമ്മൾ ചിലവഴിക്കണം. നമ്മൾ എത്ര ഇല്ലാത്തവരാന്ന് പറയുമ്പോഴും ഇതിനൊക്കെ നമ്മൾ ചിലവഴിക്കുന്നുണ്ട്. അപ്പം നമുക്കൊരു ബോധം ഉണ്ടാവുകയും ഒരു ചെറിയ ശതമാനമെങ്കിലും പരലോകത്തേക്ക് വേണ്ടി കൊടുക്കാൻ നമ്മൾ തയ്യാറാവുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവൽ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഉള്ളതിൽ നിന്ന് കൊടുക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ മനസ്സ് ലോലമാകും. നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന രോഗങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ അതുകൊണ്ട് ഒരു പരിധിവരെ സാധിക്കുമെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഓർക്കണം എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അർക്കാനുൽ ഇസ്ലാമിൻ്റെ 3 റുക്നുകളാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. ഇനി നോമ്പും അതുപോലെ തന്നെ ഹജ്ജും അടുത്ത സമയങ്ങളിൽ നമുക്ക് തുടർന്ന് പോകാം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഖ്ലാസോടുകൂടി അമൽ ചെയ്യാനും നാഫിയായ ഇൽമ് കരസ്ഥമാക്കാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈമാനും തഖ്വയും വർദ്ധിപ്പിച്ച് റയ്യാൻ എന്ന കവാടത്തിലൂടെ
സ്വർഗ്ഗപ്രവേശനം സാധ്യമാകാൻ പറ്റുന്ന വിധത്തിൽ റമദാനിനെ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലി ജമീൽ മുസ്ലിമീന ഫീ കുല്ലി മക്കാൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.